കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശ് മരണം കൊണ്ട് സാത്താന്യ ശക്തികളെ നിരായുധരാക്കി, അഥവാ ആയുധവർഗം വെപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും നിരന്തരമായ ആശ്രയവും സാത്താന്യ ശക്തികൾക്ക് എന്നും ഒരു ഭീഷണിയാണ്. ദൈവജനം നിരന്തരമായി പ്രാർത്ഥനയിലും ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ഉരുവിടുകയും അത് ഹൃദയത്തിൽ വലിയ ആഴത്തിൽ പതിയുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയ ഉറപ്പായി തീരുകയാണ്. അതെ, ആ പ്രത്യാശ നമുക്ക് സ്ഥിരത ഉളവാക്കുന്നതാണ്. അത് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന വിശ്വാസമാണ് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. മാനസിക തലങ്ങളോട് അവിശ്വാസത്തിൻ്റെ വിത്തുകളിട്ട് പോരാടുന്ന സാത്താന്യ ശക്തികൾക്കെതിരെ ഈ ദിവസങ്ങൾ വിശ്വാസത്തിൻ്റെ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്കാകണം. പ്രാർത്ഥനാ മുറിയിൽ ശക്തമായ ദൈവത്തോട് നിരന്തരമായി സമ്പർക്കം പുലർത്തുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചന കഴിക്കുകയും ചെയ്തു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചുവെന്ന് എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. അതെ, അതാണ് നമുക്കൊരു മാതൃക. നിരന്തരമായി ദൈവസ്ഥൽ പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കട്ടെ. കർത്താവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ദിവസങ്ങൾ ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിപ്പാൻ, വിശ്വസിപ്പാൻ, മുന്നോട്ട് പോകുവാൻ തക്കോണം വിശ്വാസിൻ്റെ നായകനും പൂർത്തി വരുത്തവനുമായ യേശുക്രിസ്തുവിനെ നോക്കി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കോണം ദൈവം നമ്മെ ശക്തീകരിക്കുകയും സമാധാനത്തോടെ നയിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. മാറാനാഥ. ഗാഡ് ബ്ലസ് യു.